ഇന്നത്തെ വീഡിയോയിൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരിയഡ് ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. പ്രോജക്റ്റ് കോസ്റ്റ് ₹2 lakh, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ₹20,000. ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി 2 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ എത്ര നാൾ കൊണ്ട് നമുക്ക് ഈ പണം തിരികെ കിട്ടും? അതാണ് പേ ബാക്ക് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. അതായത് 1 വർഷം കൊണ്ട് 20,000 രൂപ തിരിച്ചു കിട്ടുമെങ്കിൽ എത്ര വർഷം കൊണ്ട് 2 ലക്ഷം രൂപ കിട്ടും? അതറിയുന്നതിന് വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു പ്രോജക്റ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ പേ ബാക്ക് പീരീഡ് എത്രയാണ്? 10 ഇയർ. ഇക്വേഷൻ പഠിക്കുക. പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു പ്രോജക്റ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ആർക്കെങ്കിലും 15 രൂപ കൊടുക്കുന്നു എന്ന് കരുതുക. ഓരോ ദിവസവും 5 രൂപ വെച്ച് തിരിച്ചു കിട്ടുന്നു. അങ്ങനെയെങ്കിൽ എത്ര ദിവസം കൊണ്ട് 15 രൂപ പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടും? 3 ദിവസം കൊണ്ടല്ലേ? ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു പ്രോജക്റ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഒന്നുകൂടി ഇക്വേഷൻ നോക്കാം. പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു പ്രോജക്റ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സാധാരണയായി 8 മാർക്കിനും 6 മാർക്കിനും ഒക്കെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ കാണാൻ ചോദിക്കാറ്. ഇവിടെ ടോട്ടൽ കറണ്ട് അസറ്റും ടോട്ടൽ കറണ്ട് ലയബിലിറ്റിയും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 മാർക്കിനാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ടോട്ടൽ കറണ്ട് അസറ്റ് 1,40,000 ടോട്ടൽ കറണ്ട് ലയബിലിറ്റി 1,20,000 എങ്കിൽ ഫൈൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇക്വേഷൻ എന്താണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. എന്താണ്? ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റിയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷനും ഓർത്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ടോട്ടൽ കറണ്ട് അസറ്റും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയുമാണ്. ഇവിടെ 1,40,000 ആണ് കറണ്ട് അസറ്റ്. അതിൽ നിന്നും കറണ്ട് ലയബിലിറ്റിയായ 1,20,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 20,000 രൂപയാണ്. അതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒന്നുകൂടി ഓർത്ത് നോക്കുക. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. കറണ്ട് ലയബിലിറ്റി 80,000, കറണ്ട് അസറ്റ് 1,20,000. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ തന്നെയാണ് കറണ്ട് റേഷ്യോ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. 1,20,000 ഡിവൈഡഡ് ബൈ 80,000. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 1.5 ആയിരിക്കും. റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 1.5:1. ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ അറിയില്ലാത്തവർ 1.5 എന്ന് തന്നെ എഴുതുക. അല്ലാത്തവർ 1.5:1 എന്ന് എഴുതുക. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റേഷ്യോ ഇതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. അടുത്തതാണ് PV റേഷ്യോ. ഫൈൻഡ് PV റേഷ്യോ ഫ്രം ദി ഫോളോയിങ്. പ്രോഫിറ്റ് വോളിയം റേഷ്യോയാണ് PV റേഷ്യോ. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു 80,000, സെയിൽസ് 2 lakh. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് PV റേഷ്യോ ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. PV റേഷ്യോ അഥവാ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് PV റേഷ്യോയുടെ ഇക്വേഷൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ കോൺട്രിബ്യൂഷൻ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇനി കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല എങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്
കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതല്ല എങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഈ രീതിയിലും നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. ഇവിടെ കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പി വി റേഷ്യോ കിട്ടുന്നു. 80,000 ഡിവൈഡഡ് ബൈ 2 lakh ഇൻറ്റു 100. പി വി റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും പെർസെൻറ്റേജ് ആയിട്ട് എഴുതുക, 40%. പി വി റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ്. ആ റേഷ്യോയുടെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കുക. ടോട്ടൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. പി വി റേഷ്യോയുടെ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ടോട്ടൽ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് 1,25,000, വേരിയബിൾ കോസ്റ്റ് 1,75,000. ടോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൂട്ടാനാണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു കോസ്റ്റിൻ്റെ ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് തരത്തിലുള്ള കോസ്റ്റാണ് മെയിനായിട്ട് വരുന്നത്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും ടോട്ടൽ കോസ്റ്റ്. 1,25,000 പ്ലസ് 1,75,000 ഈക്വൽ ടു 3 ലക്ഷം. ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം കൂട്ടാനാണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസും പ്രോഫിറ്റുമാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി കൂട്ടുന്നതാണ് സെയിൽസ്. അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെയിൽസിൽ നിന്ന് ഈ പ്രോഫിറ്റ് കുറച്ചാൽ മതി. ഇതേ രീതിയിൽ ഓർക്കുക. 8 രൂപ മുടക്കി നിങ്ങൾ വാങ്ങിയ ഒരു സാധനം സുഹൃത്തിന് 8 രൂപയ്ക്ക് വിൽക്കുമോ? നിങ്ങൾ ലാഭം ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ ഒരിക്കലും 8 രൂപ മുടക്കിയ സാധനം 8 രൂപയ്ക്ക് വിൽക്കില്ല. പകരം ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് വിൽക്കുകയുള്ളൂ. 2 രൂപ പ്രോഫിറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നിങ്ങൾ ആ സാധനം 10 രൂപയ്ക്ക് വിൽക്കുകയുള്ളൂ. ഇവിടെ 10 രൂപയായിരിക്കും സെയിൽസ് എമൗണ്ട്, 8 രൂപയായിരിക്കും കോസ്റ്റ്, 2 രൂപയായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കണക്ക് നോക്കിക്കേ. സെയിൽസ് 50,000 പ്രോഫിറ്റ് 10,000. അങ്ങനെയെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? സെയിൽസിൽ നിന്നും പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ കോസ്റ്റാണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് പ്രോഫിറ്റ്. അങ്ങനെ നോക്കുമ്പോൾ 50,000 മൈനസ് 10,000 40,000 രൂപയാണ് ടോട്ടൽ കോസ്റ്റ്. 40,000 രൂപ മുടക്കുള്ള ഒരു സാധനം 10,000 രൂപ പ്രോഫിറ്റ് വേണമെങ്കിൽ നാം വിൽക്കേണ്ടത് 50,000 രൂപയ്ക്കാണ്. ഒന്നുകൂടി നോക്കുക. ടോട്ടൽ കോസ്റ്റിന് 2 ഇക്വേഷനാണ് ഉള്ളത്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തന്നിട്ട് ടോട്ടൽ കോസ്റ്റ് കാണാൻ പറഞ്ഞാൽ കൂട്ടിയാൽ മതി. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ആണ്. സെയിൽസും പ്രോഫിറ്റും തന്നിട്ടാണ് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എങ്കിൽ സെയിൽസിൽ നിന്നും പ്രോഫിറ്റ് കുറച്ചാൽ മതി. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഫൈൻഡ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. ഈ ക്വസ്റ്റ്യനിൽ സെയിൽസ് 50,000, വേരിയബിൾ കോസ്റ്റ് 30,000, ഫിക്സഡ് കോസ്റ്റ് 10,000. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് 50,000 മൈനസ് 30,000 ഈക്വൽ ടു 20,000 കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ പഠിക്കുക. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, തെറ്റിപ്പോകരുത്. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യനും കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ. വേരിയബിൾ കോസ്റ്റ് 45,000, ഫിക്സഡ് കോസ്റ്റ് 10,000, പ്രോഫിറ്റ് 15,000. എങ്ങനെയെങ്കിൽ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സെയിൽസ് തന്നിട്ടില്ല. പകരം നമുക്ക് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ഉണ്ട് എങ്കിലും കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ് കോൺട്രിബ്യൂഷൻ. അതായത് നമ്മൾ സെയിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്.
സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പിന്നെ സെയിൽസിൽ എന്താണ് മിച്ചമുള്ളത്? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേർന്നാലും കോൺട്രിബ്യൂഷനാണ്, സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാലും കോൺട്രിബ്യൂഷനാണ് കിട്ടുന്നത്. ഒന്നുകൂടി പറയാം, കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ്റെ 2 ഇക്വേഷനും പഠിച്ചിരിക്കുക. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ 2 ഇക്വേഷനും പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ആണ്. സെയിൽസ് 1000, ഫിക്സഡ് കോസ്റ്റ് 200, വേരിയബിൾ കോസ്റ്റ് 700. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി കൂട്ടുന്നതാണ് സെയിൽസ്. ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ 200 പ്ലസ് 700 ഈക്വൽ ടു 900 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ്. അങ്ങനെ പ്രോഫിറ്റ് 100 കിട്ടുന്നു. ഇവിടെ 2 സ്റ്റെപ്പാണ് ചെയ്യാനായിട്ടുള്ളത്. ആദ്യം ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ്. അതിനുശേഷം സെയിൽസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് കുറച്ച് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? കോൺട്രിബ്യൂഷൻ 4500 പ്രോഫിറ്റ് 3000 എങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. നമ്മൾ കണ്ടു കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് കണ്ടത്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇതിൽ ഏറ്റവും കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റ്, പ്രോഫിറ്റ് ഇവ 3 എടുത്താൽ കോൺട്രിബ്യൂഷനാണ് വലിയ എമൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂട്ടുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഫിക്സഡ് കോസ്റ്റോ പ്രോഫിറ്റോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എങ്കിൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് മറ്റ് എലമെൻറ്റ് കുറയ്ക്കുക. അതായത് ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ കോൺട്രിബ്യൂഷനിൽ നിന്നും പ്രോഫിറ്റ് കുറയ്ക്കുക. എന്നാൽ പ്രോഫിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എങ്കിൽ കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി. ഇക്വേഷൻ പഠിക്കുക. ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റാണ് ഇക്വേഷൻ. 4500 മൈനസ് 3000 ഈക്വൽ ടു 1500 രൂപയാണ് പ്രോഫിറ്റ് വരുന്നത്. ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും തന്നിട്ടുണ്ട് എങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷനിൽ നിന്നും പ്രോഫിറ്റ് കുറച്ചാൽ മതി. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ ടോട്ടൽ കോസ്റ്റും വേരിയബിൾ കോസ്റ്റുമാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് 6500 വേരിയബിൾ കോസ്റ്റ് 4000 എങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടിച്ചേരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ കോസ്റ്റിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ പോരെ? ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇനി വേരിയബിൾ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ടോട്ടൽ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലാക്കുക, ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് ഉത്തരം. 6500 മൈനസ് 4000 ചെയ്യുമ്പോൾ 2500 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. ഒന്നുകൂടി ഇക്വേഷൻ പഠിക്കുക. ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ ടോട്ടൽ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് 22,000 ഫിക്സഡ് കോസ്റ്റ് 12,000 എങ്കിൽ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്. 22,000 മൈനസ് 12,000 ഈക്വൽ ടു 10,000. വേരിയബിൾ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ക്വസ്റ്റ്യൻ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ സെയിൽസും കോൺട്രിബ്യൂഷനും തന്നിട്ടുണ്ട്. സെയിൽസ് 5000, കോൺട്രിബ്യൂഷൻ 3000. അങ്ങനെയെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം.
നമുക്കറിയാം സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷനാണ് വേരിയബിൾ കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആയിരുന്നു. അതുപോലെ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സെയിൽസിൽ നിന്നും കോൺട്രിബ്യൂഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് വേരിയബിൾ കോസ്റ്റാണ്. 5000 മൈനസ് 3000 2000. ഉത്തരം കിട്ടുന്നു. വേരിയബിൾ കോസ്റ്റ് 2000 ആണ്. ഇനി നിങ്ങൾക്ക് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ സെയിൽസ് 5000 തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു 2000. അങ്ങനെയെങ്കിൽ കറക്റ്റാണ്, 3000 രൂപയാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. അങ്ങനെയും നമ്മൾ ചെയ്ത കണക്ക് കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. അടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സെയിൽസ് ആണ്. ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും തന്നാൽ സെയിൽസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം 8 രൂപ മുടക്കിയ ഒരു സാധനം നമ്മൾ 10 രൂപയെങ്കിലും കിട്ടിയാലേ വിൽക്കത്തുള്ളൂ. അതായത് കോസ്റ്റിൻ്റെ കൂടി നമുക്കൊരു പ്രോഫിറ്റും കൂടി കിട്ടുന്ന ആ എമൗണ്ടാണ് വിൽപ്പന വില, അതാണ് സെയിൽസ്. സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ്. ടോട്ടൽ കോസ്റ്റ് 14000, പ്രോഫിറ്റ് 6000. അങ്ങനെയെങ്കിൽ സെയിൽസ് എമൗണ്ട് 20000 ആയിരിക്കും. 20000 രൂപ കിട്ടിയാലേ നമ്മൾ വിൽക്കുകയുള്ളൂ. നമുക്ക് 6000 രൂപ പ്രോഫിറ്റും വേണം, നമ്മൾ മുടക്കിയത് 14000 രൂപയുമാണ്. അങ്ങനെയെങ്കിൽ വിൽക്കുന്ന വിലയാണ് സെയിൽസ്. സെയിൽസ് 20000 രൂപയായിരിക്കും. സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെയിൽസ് എമൗണ്ട് ആണ്. വേരിയബിൾ കോസ്റ്റ് 3000, കോൺട്രിബ്യൂഷൻ 6000. അങ്ങനെയെങ്കിൽ ഫൈൻഡ് സെയിൽസ്. സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. സെയിൽസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. 6000 പ്ലസ് 3000 9000 രൂപയാണ് സെയിൽസ്. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. 9000 മൈനസ് 3000 ചെയ്താൽ നമുക്ക് 6000 കറക്റ്റായിട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ സെയിൽസ് എത്രയാണ്? കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ് 9000 രൂപയാണ് സെയിൽസ്.